Good morning, students. In this class, I am going to explain class 5 GS, the remaining part of chapter 2, breathing. Okay. And in previous class, we have studied about the food of different types of animals. Based on the food, the animals are classified into three: herbivores, carnivores, and omnivores. And next is rodents. Rodents are animals that gnaw on their food. Okay. And today's topic is breathing. Breathing. Animals breathe in oxygen from the air and give out carbon dioxide. Human beings ഉൾപ്പെടെയുള്ള എല്ലാ ആനിമൽസും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലേ? സോ they breathe in oxygen. ഈ ആനിമൽസ് ശ്വസിക്കാനായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ ആണ്. ആനിമൽസ് ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് ഗിവ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്. അതായത് നമ്മൾ ശ്വസിക്കാൻ വേണ്ടി അകത്തേക്ക് എടുക്കുന്നത് ഓക്സിജനും വെളിയിലേക്ക് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡുമാണ്. ഓക്കെ. ഡിഫറെന്റ് ആനിമൽസ് ഹാവ് ഡിഫറെന്റ് ഓർഗൻസ് ഫോർ ബ്രീത്തിങ്. അതായത് പല ആനിമൽസിന്റെ ബ്രീത്തിങ് ഓർഗൻസ് വ്യത്യാസമാണ്. ഹ്യൂമൻ ബീങ്സ് ആൻഡ് മോസ്റ്റ് ലാൻഡ് ആനിമൽസ് ഹാവ് ലങ്സ്. അതായത് ഹ്യൂമൻ ബീങ്സ് അതുപോലെ ലാൻഡ് ആനിമൽസിനും എന്താണുള്ളത്? ബ്രീത്ത് ചെയ്യാനായിട്ട് ലങ്സ് ആണ് ഉള്ളത്. ഓക്കെ. സോ ആനിമൽസ് ബ്രീത്ത് ഇൻ ഓക്സിജൻ. Animals breathe in oxygen and give out carbon dioxide. Human beings and most land animals use their lungs, okay, for breathing. Air is taken in through the nose and nose into the lungs. Okay. There is a picture. Can you see this picture? Human beings breathe through lungs. Okay. Air is taken in through the nose. അതായത് നോസ് വഴി നമ്മൾ എയർ അകത്തേക്ക് എടുക്കുന്നു. നോസ് ഇൻ ടു ദ ലങ്സ്. അതായത് നോസിൽ നിന്ന് എയർ എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ഓക്സിജൻ ഫ്രം ദ എയർ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ബോഡി ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ലങ്സ് ഫ്രം വെയർ ഇറ്റ് പാസസ് ഔട്ട് ഓഫ് ദ ബോഡി വെൻ ദ ആനിമൽസ് ബ്രീത്ത് ഔട്ട്. അതായത് നമ്മൾ എയറിലുള്ള ഓക്സിജനെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കിന് അകത്തേക്ക് എടുക്കുന്നു. അതുപോലെ തിരിച്ച് കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് വിടുന്നു. ഓക്കെ. സോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് മോസ്റ്റ് ലാൻഡ് ആനിമൽസ് ഹാവ് ലങ്സ്. Next is fish breathe through gills. ഹ്യൂമൻ ബീങ്സും ലാൻഡ് ആനിമൽസും ലങ്സിലൂടെ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേന് ഫിഷിൻ്റെ ബ്രീത്തിങ് ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ഫിഷ് ബ്രീത്ത് ത്രൂ ഗിൽസ്. ഓക്കെ. ഫിഷ് ബ്രീത്ത് ത്രൂ ഗിൽസ്. വാട്ടർ ഈസ് ടേക്കൺ ഇൻ ത്രൂ ദ മൗത്ത് ആൻഡ് പാസസ് ഓവർ ദ ഗിൽസ്. അതായത് ഫിഷിന് എവിടെ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള എയർ കിട്ടുന്നത്? ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള എയർ കിട്ടുന്നത് ദ എയർ ദാറ്റ് ഡിസോൾഡ് ഇൻ ദ വാട്ടർ ഓർ ദ ഓക്സിജൻ ദാറ്റ് ഡിസോൾഡ് ഇൻ ദ വാട്ടർ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ബോഡി പാസസ് ഇൻ ടു ദ വാട്ടർ. ഓക്കെ. ഫിഷ് ബ്രീത്ത് ത്രൂ ഗിൽസ്. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ഗിൽസ്. വാട്ടർ ഈസ് ടേക്കൺ ഇൻ ത്രൂ ദ മൗത്ത് ആൻഡ് പാസസ് ഓവർ ദ ഗിൽസ്. അതായത് ഫിഷ് അതിൻ്റെ വായ തുറക്കുമ്പോഴത്തേക്കിന് അകത്തേക്ക് കയറുന്ന വാട്ടർ അതിൻ്റെ ഗിൽസിലെത്തുന്നു. ആ ഗിൽസിൽ നിന്ന് ഓക്സിജനെ അത് വലിച്ചെടുക്കുന്നു. ഇറ്റ് പാസസ് ഓവർ ദ ഗിൽസ്. ദ ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ബോഡി പാസസ് ഇൻ ടു ദ വാട്ടർ വിച്ച് ഫ്ലോസ് ഔട്ട്. ഓക്കെ. അതായത് കാർബൺ ഡയോക്സൈഡിനെ അത് വെളിയിലേക്ക് വിടുകയും ചെയ്യുന്നു. Okay. So fish breathe through gills. Next one is animals such as whales
and dolphins live in water, but they have lungs to breathe. നമ്മൾ പറഞ്ഞു ഫിഷ് ബ്രീത്ത് ചെയ്യുന്ന ഗിൽസിലൂടെയാണെന്ന് പറഞ്ഞു. പക്ഷേ വെയിൽസ്, ഡോൾഫിൻസ് ഇതുപോലെയുള്ള ഫിഷ്, ഇതുപോലെയുള്ള ബിഗ് ഫിഷ്, അതായത് അവ ബ്രീത്ത് ചെയ്യുന്നത് ലങ്സിലൂടെയാണ്. സോ ആനിമൽസ് സച്ച് ആസ് വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് ലീവ് ഇൻ വാട്ടർ, ബട്ട് ദേ ഹാവ് ലങ്സ് ടു breathe. Okay. Next is insect. Insects such as cockroaches and grasshoppers breathe through tiny opening on their body. These openings are called spiracles. അതായത് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ, ഇതെല്ലാം ഇൻസെക്ട്സ് ആണ്. ഈ ഇൻസെക്ട്സിന് അവയുടെ ശരീരത്തിൽ തന്നെ ടൈനി ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിലൂടെയാണ് അവ ബ്രീത്ത് ചെയ്യുന്നത്. സോ ദീസ് ഓപ്പണിങ്സ് ആർ കോൾഡ് സ്പൈറക്കിൾസ്. ഈ ഓപ്പണിങ്സിന് പറയുന്ന പേരാണ് സ്പൈറക്കിൾസ്. ദ സ്പൈറക്കിൾസ് ഓപ്പൺ ഇൻ ടു എയർ ട്യൂബ് വിച്ച് ഫോം എ നെറ്റ്വർക്ക് ഇൻസൈഡ് ഇൻസെക്ട്സ് ബോഡി. അതായത് ഈ സ്പൈറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് പോലെയാണ് അതിൻ്റെ ബോഡിയിലുള്ളത്. ദ സ്പൈറക്കിൾസ് ഓപ്പൺ ഇൻ ടു എയർ ട്യൂബ്സ്. ഓക്കെ. Oxygen from the air reaches every part of the body through the air tubes. Can you see this? These are spiracles and the tiny openings. The tiny openings in the insect's body. Can you see this? Oxygen from the air reaches every part of the body through the air tubes. Similarly, carbon dioxide is given out through the spiracles. അതായത് ഓക്സിജനെ അത് ശരീരത്തിലേക്ക് എത്തിക്കുന്നതും സ്പൈറക്കിൾസിലൂടെയാണ്. കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് കളയുന്നതും സ്പൈറക്കിൾസിലൂടെയാണ്. സോ ഇൻസെക്ട്സ് ബ്രീത്ത് ത്രൂ സ്പൈറക്കിൾസ്. ഓക്കെ. ആനിമൽസ് സച്ച് ആസ് എർത്ത് വാംസ് ബ്രീത്ത് ത്രൂ മോയിസ്റ്റ് സ്കിൻ. എർത്ത് വാംസ്, നിങ്ങൾ എർത്ത് വാംസിനെ കണ്ടിട്ടില്ലേ? എർത്ത് വാംസ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? ദേ ബ്രീത്ത് ത്രൂ മോയിസ്റ്റ് സ്കിൻ. അതിൻ്റെ സ്കിന്നിലൂടെയാണ് എർത്ത് വാംസ് ബ്രീത്ത് ചെയ്യുന്നത്. അതുപോലെ ഫ്രോഗ്സ് ആർ ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതായത് ഫ്രോഗ്സ് എങ്ങനെയാണ്? ഫ്രോഗ്സ് ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ജീവിയാണ്. സോ ദേ ബ്രീത്ത് ത്രൂ ലങ്സ് വെൻ ഓൺ ലാൻഡ്. അതായത് അത് ഫ്രോഗ്സ് ലാൻഡിലായിരിക്കുന്ന സമയത്ത് അല്ലെ കരയിലായിരിക്കുന്ന സമയത്ത് ഫ്രോഗ്സ് അവയുടെ ലങ്സിലൂടെ ബ്രീത്ത് ചെയ്യുന്നു. ആൻഡ് ത്രൂ ദെയർ മോയിസ്റ്റ് സ്കിൻ വെൻ ഇൻ വാട്ടർ. അതായത് അത് വാട്ടറിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മോയിസ്റ്റ് സ്കിന്നിലൂടെ ആയിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ. So let us recall once again the animals. Breathing in animals. Human beings are the most large animals breathe through lungs. ലങ്സിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ആനിമൽസ് ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് ഗീവ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്. ആനിമൽസ് ബ്രീത്തിങ്ങിന് ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനും വെളിയിലേക്ക് കളയുന്നത് കാർബൺ ഡയോക്സൈഡുമാണ്. ഫിഷ് ബ്രീത്ത് ത്രൂ ഗിൽസ്. ഫിഷ് ഗിൽസിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. They breathe the oxygen that dissolved in water. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജനെയാണ് ഫിഷ് ബ്രീത്തിങ്ങിന് യൂസ് ചെയ്യുന്നത്. The breathing organ is gills. Okay, so fish breathe through gills. Next one is cockroach and grasshoppers. So these insects breathe through spiracles. സ്പൈറക്കിൾസിലൂടെയാണ് ഇൻസെക്ട്സ് ആയ കോക്രോച്ചും ഗ്രാസ് ഹോപ്പറും ബ്രീത്ത് ചെയ്യുന്നത്. എർത്ത് ബ്രീത്ത് ത്രൂ മോയിസ്റ്റ് സ്കിൻ. എർത്ത് അവരുടെ മോയിസ്റ്റ് സ്കിന്നിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ദ ഫ്രോഗ്സ് ലീവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് ഫ്രോഗ്സ് ലാൻഡിലും വാട്ടറിലുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ യൂസ് ലങ്സ് ഓൺ ലാൻഡ്. അതായത് ഫ്രോഗ്സ് കരയിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലാൻഡിലായിരിക്കുന്ന സമയത്ത് അവരുടെ ലങ്സിലൂടെ ബ്രീത്ത് ചെയ്യുന്നു. ദേ യൂസ് ദെയർ മോയിസ്റ്റ് സ്കിൻ ഇൻ വാട്ടർ. അതായത് ഫ്രോഗ്സ് വാട്ടറിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മോയിസ്റ്റ് സ്കിന്നിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ.
So this much for today. You study well. We will meet in the next class. Thank you.